ഇന്ത്യയുടെ 100ാമത് ഉപഗ്രഹം കാർട്ടോസാറ്റ് 2 പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഭൗമ നിരീക്ഷണത്തിനായുള്ള കാർട്ടോസാറ്റ് 2 ഭൂമിയിലെ ചിത്രങ്ങൾ കൃത്യമായി പകർത്തുന്നുണ്ട്. കാർട്ടോസാറ്റ് 2 പകർത്തിയ ആദ്യ ചിത്രങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഭൂമിയിലെ ദൃശ്യങ്ങൾ കൃത്യതയോടെയാണ് കാർട്ടോസാറ്റ് പകർത്തുന്നത്. ഇന്ത്യയുടെ ഓരോ നീക്കത്തിനും ശത്രുക്കൾ അത്രത്തോളം ഭയക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പുണ്ടാക്കുന്നത് പാകിസ്ഥാന് തന്നെയാണ്. കാരണം അത്യാധുനിക വിദൂര നിയന്ത്രിത ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 2 ഉപയോഗിച്ച് പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാവും. അതിർത്തിയിലെ ഭീകര ക്യാമ്പുകളുടെ ചിത്രങ്ങൾ പകർത്താം. ഇതെല്ലാം പാകിസ്ഥാന്റെ ഭീഷണി തന്നെയാണ്. ബഹിരാകാശ മേഖലയിൽ കാര്യമായ നേട്ടങ്ങളില്ലാത്ത പാകിസ്ഥാന് ഇന്ത്യയുടെ ഓരോ നീക്കവും വൻ വെല്ലുവിളിയാണ്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിലെ ഭീകര ക്യാമ്പുകളും പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളും കൃത്യമായി മനസ്സിലാക്കാൻ കാർട്ടോസാറ്റ് 2 പകർത്തുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും സാധിക്കും. പാക് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സേന നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളും കാർട്ടോസാറ്റ് 2C പകർത്തി അയച്ച ചിത്രങ്ങളുടെ സഹായത്തോടെയായിരുന്നു. ഏതു കാലാവസ്ഥയിലും ഭൂമിയിലെ കാഴ്ചകൾ പകർത്താൻ സാധിക്കും. രാത്രിയും പകലും ഒരുപോലെ ഭൂമിയിലെ കാഴ്ചകൾ കൂടുതൽ മികവോടെ പകർത്തുന്ന ക്യാമറകളാണ് കാർട്ടോസാറ്റ് 2-ൽ സ്ഥാപിച്ചിരിക്കുന്നത്. ലോകോത്തര ശക്തികൾക്ക് മാത്രമായുള്ള സാങ്കേതിക ശേഷിയാണ് ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനും ചൈനയും ഭയക്കുന്ന ആയുധമാണ് അഗ്നി മിസൈൽ. 5000-ത്തിലധികം കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യം ഭേദിക്കാനാവുന്ന അഗ്നി 5 മിസൈലിന് 1 ടണ്ണിലേറെ ഭാരമുള്ള ആണവ പോർമുന വഹിക്കാനുള്ള ശേഷിയുണ്ട്. 17 മീറ്റർ നീളവും 50 ടണ്ണിലേറെ ഭാരമുള്ളതാണ് ഈ മിസൈൽ. ചൈനയെ ആദ്യമായി പ്രഹര പരിധിയിൽ കൊണ്ടുവന്നത് അഗ്നി മിസൈലാണ്. അഗ്നിയുടെ പരിധിയിൽ ഏഷ്യൻ ഭൂഖണ്ഡം പൂർണ്ണമായും വരും. യൂറോപ്പ്, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങൾ ഭാഗികമാകും. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മലേഷ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ഈജിപ്ത്, സിറിയ, സുഡാൻ, ലിബിയ, റഷ്യ, ജർമ്മനി, യുക്രൈൻ, ഗ്രീസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളെ പ്രഹര പരിധിയിലാക്കുമ്പോൾ US, ചൈന, ഫ്രാൻസ്, റഷ്യ എന്നീ വൻ ശക്തികൾക്കൊപ്പം ഇടം നേടാനും ഇന്ത്യക്ക് വഴിയൊരുക്കുന്നതാണ് അഗ്നി. ഇന്ത്യയുടെ ഏത് കോണിൽ നിന്ന് വിക്ഷേപിച്ചാലും ചൈനയുടെ ഏത് കോണിൽ വരെയും പറന്നെത്താൻ കഴിയുന്ന മിസൈലാണ് അഗ്നി 5. അതേസമയം ഭൂമി തുറന്ന് 100 കിലോമീറ്ററോളം വരെ താഴേക്ക് പോയതിനു ശേഷം ഉഗ്രസ്ഫോടനം നടത്തുന്ന അഗ്നി 5-ന്റെ പുത്തൻ പതിപ്പായ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ തയ്യാറാക്കുന്നത് പാകിസ്ഥാന്റെ ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രങ്ങൾ തുരന്ന് തകർക്കാൻ തന്നെയാണ്. പാകിസ്ഥാന്റെ സുപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്ഥിതി ചെയ്യുന്നത് കിരാന കുന്നുകൾക്കുള്ളിലാണ്. ഈ കുന്നുകൾക്കുള്ളിൽ ദൃഢീകരിച്ച കോൺക്രീറ്റ് അറകൾക്കുള്ളിലാണത്രേ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണവും ആണവ ബോംബുകളും. അപ്പോൾ ഇത് തകർക്കാൻ പുതിയ അഗ്നി 5-ന് സാധിക്കും. കാരണം ഇതിന് 2500 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനാവും. എന്നതിനർത്ഥം പാകിസ്ഥാന്റെ ഏത് പ്രദേശത്തെയും അഗ്നി 5-ന്റെ പുതിയ പതിപ്പിന് ലക്ഷ്യം വയ്ക്കാൻ കഴിയും എന്നത് തന്നെയാണ്. ഇന്ത്യയും കിരാന കുന്നുകളും തമ്മിലുള്ള ദൂരം 1409 കിലോമീറ്റർ മാത്രമാണ്. അതായത് പാകിസ്ഥാന്റെ കിരാന കുന്നുകളെ തകർത്ത് തരിപ്പണമാക്കാൻ അഗ്നി 5 എന്ന ബാലിസ്റ്റിക് മിസൈൽ ബോംബിന് സാധിക്കും. അഗ്നി 5-ന്റെ മറ്റൊരു ശേഷി എന്തെന്നാൽ അതിന് ഭൂമിക്കുള്ളിലേക്ക് 100 കിലോമീറ്ററോളം വരെ ആഴത്തിൽ തുളച്ചു കയറാം എന്നതാണ്. അതായത് കിരാന കുന്നുകളുടെ ഉള്ളിലെ ഭൂഗർഭ അറകളെ പോലും തുറന്നു ചെല്ലാൻ സാധിക്കുമെന്നർത്ഥം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.